ഗൈസ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ നോക്കുന്നത് സെബ്ട്രോണിക് സബ്തണ്ടർ എന്ന് പറഞ്ഞൊരു മോഡൽ ഹെഡ്ഫോൺ പരിചയപ്പെടുത്താനാണ്. അപ്പോൾ ഞാൻ ഇത് കുറേ നാളായിട്ട് യൂസ് ചെയ്യുന്നു. അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് ഇപ്പോൾ നോക്കിയാണ് വന്നിരിക്കുന്നത്. 60 മണിക്കൂർ ബാക്ക് ടൈം കിട്ടണമെന്ന് നേരത്തെ പറയുന്നുണ്ട്, പക്ഷെ എനിക്ക് അത്ര ഇതൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ 40 മെമ്മിൻ്റെ ഒരു ഡ്രൈവേഴ്സാണ് ഇതിനകത്ത് വരുന്നത്. സൗണ്ട് ക്വാളിറ്റിയൊക്കെ ഓക്കെയാണ്, നല്ല ക്വാളിറ്റി കണ്ടു. പിന്നെ കുഷനൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇത് ആ കോൾ ബട്ടണാണ്, അത് ഓൾറെഡി കാണുന്നത്. പിന്നെ ലോഗൊക്കെ വരുന്നുണ്ട്. പിന്നെ SD കാർഡുള്ള സൗണ്ടൊക്കെ ഉണ്ട്. പിന്നെ ഇതാണ് ചാർജിങ് കേബിള്. പിന്നെ ഓക്സ് കേബിൾ വരുന്നുണ്ട്. ഓക്സ് കേബിൾ യൂസ് ചെയ്യണമെങ്കിൽ ഞാൻ യൂസ് ചെയ്യാം. വേറെ കണക്ട് ചെയ്യണമെങ്കിൽ ഓക്സ് കേബിൾ യൂസ് ചെയ്യാം. പിന്നെ അതാണ് അതിൻ്റെ ഓക്സ് കേബിൾ കുത്തുന്നത്. പിന്നെ ചാർജിങ് പോർട്ട് മൈക്ക് വരുന്നുണ്ട് അവിടെ തന്നെ. പിന്നെ വോളിയം കൂട്ടാനും കുറയ്ക്കാനുള്ള ബട്ടൺ വരുന്നുണ്ട്, അത് കൂട്ടാനും കുറയ്ക്കാനും. പിന്നെ നടുക്ക് ഓസൺ പ്ലേ, പിന്നെ അത് SD കാർഡിലുള്ള സ്ലോട്ടാണ്, നമുക്ക് SD കാർഡിൽ പാട്ട് വെച്ചിടാൻ പറ്റും. മറ്റേ കോൾ എടുക്കാനും എജക്ട് ചെയ്യാനുള്ള ബട്ടനാണ്. പിന്നെ ഒരു വിഷയം വരുന്നുണ്ട്, ഉള്ളിൽ സ്പീക്കർ. പിന്നെ മേളിൽ ഒരു വിഷയം വരുന്നുണ്ട്. പിന്നെ അത് അഡ്ജസ്റ്റബിൾ ആണ്, നമുക്ക് ഫിറ്റ് അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. കംഫർട്ടാണ് വെക്കാനൊക്കെ. പിന്നെ കുറേ നേരം വെച്ച് കഴിയുമ്പോൾ ചെറിയൊരു വേദന ശരിക്കും വരും, കാരണം 700 രൂപ മേടിച്ചാണ് ഞാൻ ഈ ഹെഡ്ഫോൺ എന്ന് പറയുന്നത്. അതിൻ്റെതായ ഒരു ഇത് നമുക്ക് പ്രതീക്ഷിക്കാവും. വേണമെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാൻ ആരെങ്കിലും റെക്കമെൻഡ് ചെയ്യില്ല, അത്ര നല്ലതല്ല. പിന്നെ 700 രൂപയാണ് സെബ്ട്രോണിക്സ് കുഴപ്പമില്ലാത്ത ബ്രാൻഡ്. അവർ ചെറിയ ചെറിയ വിലയ്ക്കാണ് സാധനങ്ങളൊക്കെ വിൽക്കുന്നത്. കോൾ എടുക്കാനും. പിന്നെ അതാണ് പവർ ബട്ടനായിട്ട് വരുന്നത്. നോക്കി പിടിച്ച് കഴിഞ്ഞാൽ പവർ ഓൺ ആവും, നോക്കി പിടിച്ച് കഴിഞ്ഞാൽ പവർ ഓഫ് ആവുകയും ചെയ്യും. നോക്കുന്ന കുഴപ്പമില്ല, കുറേ കഴിയുമ്പോൾ ചെറിയൊരു ചെവിവേദന വരുന്നത് മാത്രമേ ഉള്ളൂ. നമുക്ക് വേണമെങ്കിൽ മേടിക്കാം. പിന്നെ സെപ്പറേറ്റ് ഗെയിമിംഗ് മോഡൊക്കെ വരുന്നുണ്ട്, പക്ഷെ ഗെയിമിംഗ് മോഡ് ഞാൻ നോക്കിയായിരുന്നു, പക്ഷെ ഇതായിട്ട് എനിക്ക് തോന്നിയില്ല. നിങ്ങളൊരു ഗെയിമേഴ്സൊക്കെയാണ്, ഗെയിമിങ്ങിനൊക്കെയാണ് മേടിക്കുന്നതെങ്കിൽ ഇത് മേടിക്കുന്നതിനേക്കാൾ നല്ലത് വേറെ കുറച്ച് പൈസ കൊടുത്ത് നല്ലൊരു ഹെഡ്ഫോൺ മേടിക്കുന്നതായിരിക്കും നല്ലത്. ഗെയിമിങ്ങിന് അത് ബഡ്ജറ്റ് എത്ര വേണമെങ്കിൽ മേടിക്കാം. കുറച്ചുകൂടി നല്ല ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ഇതിനേക്കാൾ നല്ലത് കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഞാനത് ആമസോണിൽ നിന്നാണ് പർച്ചേസ് ചെയ്തത്. ആമസോണിൽ തന്നെ ഒരുപാട് ഉണ്ട്, നല്ല വിലക്കുറവിന് കിട്ടും നല്ല ഹെഡ്ഫോൺസ്. ഒരു 5000 റേഞ്ചൊക്കെ നല്ല ഹെഡ്ഫോണൊക്കെ മേടിക്കുന്നുണ്ട്. 1000 3000 ബോക്സ് വരുന്നുണ്ട്. ENC ഉണ്ടെന്നാണ് പറഞ്ഞത് നോർമൽ നോയിസ് ക്യാൻസലേഷൻ, പക്ഷേ എനിക്കത് തോന്നിയിട്ടില്ല. ഞാൻ യൂസ് ചെയ്ത് നോക്കി, പക്ഷേ പുറത്തേക്ക് നോയിസ് കയറി വരുന്നുണ്ട്. പിന്നെ ഇത് പല കളറിൽ അവൈലബിൾ ആണ്, സീ ഗ്രീൻ, അങ്ങനെയൊക്കെ 12 രൂപയുടെ കളറൊക്കെ ഉണ്ട്. ഓക്സ് കേബിൾ അത്യാവശ്യം നീളമുള്ള ഞാൻ കാണിച്ചത്. ഇപ്പം അത്യാവശ്യം നീളമുള്ള ഓക്സ് കേബിളാണ്, ഇത്ര കൊതികളുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോക്ക് കാണും വരെയും ഗുഡ് ബൈ ടു ഓൾ.